ഇവന് കൊടുത്താൽ നമുക്ക് കഴിക്കാട്ടാ. തക്കുടു വാവ അപ്പാപ്പൻ തിന്നാ അച്ഛമ്മക്ക് തരൂ അപ്പാപ്പ ലേശോ ആതിരേ ഇന്റെ ഓൻ ഗൾഫിലായതും കൊണ്ട് ഇനി നല്ല ഭാഗ്യമുള്ള മോളാ. എൻ്റെ അടുത്ത് നല്ല പൈസ എല്ലാം ഉണ്ട്. എന്നാലുണ്ട് ചില ആൾക്കാർ ഇവിടെ നേരം വെളുത്ത് മോന്തിയോളം പണിയെടുത്തിട്ട് ഒരു പതിയും പരഗതിയില്ലാണ്ട് ഇവിടെ നടക്കുന്നു. ഉഷ ഇഞ്ഞിട്ടാണ് പോന്ന ബാ കാര് ഇഞ്ഞ കൊറേ സ്ഥലം കണ്ടിട്ട് ഇഞ്ഞിടെ പോന്നേ. ഞാൻ ഇങ്ങ് പോന്നേന്. ഓ വെയിലുള്ളോണ്ട് മുളകെല്ലാം ചിക്കി. ആ വെയിലറച്ചേരം ഞാൻ വിചാരിച്ചു മുളകൊന്ന് കൈ വെയിലത്തിടട്ടേന്ന് അങ്ങനെ ചിക്കിയതാ. നല്ല വെയിലല്ലേ ഇന്ന്. എന്തൊരു വെയിലാ. ഇഞ്ഞിട്ടേന് പോയേ. ഞാൻ അങ്ങ് ജിഷാന്റെ അടുത്ത് പോന്നേ. ജിഷേന്റെ അടുത്താ? എന്തല്ല എല്ലാ ജിതേച്ചി നിങ്ങളെ മോന്റെ ഭാര്യമാരെല്ലാടും പോയി. ഓല് രണ്ടാളും ഇവിടെ ഉണ്ട് മോളെ. ഓലെ കൊണ്ടൊന്നും പറയാത്ത നല്ല മൂത്തവൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നല്ല മോളാ. ഓൻ ഗൾഫിലായതും കൊണ്ട് ഓന് നല്ലോണം പൈസ ഉള്ളതുകൊണ്ട് ഓൻ നല്ലോണം പൈസയാണ് കഴിച്ചു തരും. അതുപോലെ തന്നെ ഓളും എന്നെ നല്ലോണം നോക്കുകയും ചെയ്യും. എന്നാ മറ്റോൻ്റെ ഓളും അതാ മറ്റോനും അതാ, രണ്ടും കണക്കാ. ഓൻ നേരം വെളുത്ത് മോന്തി അവളും പണിയെടുക്കുകയെന്നല്ലാണ്ട് ഒരു പൈസ ഓൻ്റെ അടുത്ത് ഉണ്ടാവുമല്ല. അതുപോലത്തെ ഒരുത്തിന് ഓല് കിട്ടുകയും ചെയ്ത് ഒരിക്കലും ഒലിക്ക് തികയുകയില്ല. ഒരിക്കലും ഒരിക്കൽ തികച്ചപ്പാടും ഉണ്ടാവില്ല. ഓലിട്ട് എന്നെ നോക്കലുമില്ല. മറ്റുള്ള നല്ല മോളുവാ, മറ്റുള്ള മക്കളും നല്ലതാ. ഓല് നല്ലോണം എന്നെ നോക്കുകയും ചെയ്യും. അതാ ഇതേച്ചി ഞാനും ഇങ്ങനെ വിചാരിക്കുന്നു. മൂത്തോൻ്റെ ഓള് നല്ല നല്ല സ്വഭാവം, അതിനനുസരിച്ചുള്ള ഒരു മോളിയാ കിട്ടുകയും ചെയ്തേ. നല്ലൊരു പണിയും കേൾക്കും. ഇളയൻ്റെ ഓളെന്ത് ഇങ്ങനെ അതുപോലെ തന്നെ ഓളെ ഭർത്താവും പണിയും അതുപോലെ തന്നെ ഇല്ല. എന്നാ ശരി ഇതേച്ചി ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഞാനെന്ത് വിചാരിക്കുവാനാ. അത് തന്നെയല്ലേ ഞാൻ ഇന്നോട് പറഞ്ഞേ. നീ പോന്നാളെ ചായ കുടിച്ചിട്ട് ചായ ഒന്നും വേണ്ട. പോന്നാ? ആ ഞാൻ പോന്നാ. ഏയ് ഇതെന്താ എന്നെ കിടന്നേക്ക് നീക്ക് എന്താ കരയുന്നേ? പ്രതീക്ഷേട്ടാ എനിക്ക് സഹിക്കുന്നില്ല. പ്രതീക്ഷേട്ടാ എന്താ പ്രശ്നം? നിങ്ങളുടെ അമ്മ എന്തിനാ നിങ്ങളിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നേ? നിങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾ കൊള്ളൂല, നന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ചല്ലേ? ആ സാരില്ല പോട്ടെ, നമ്മളെ കൊണ്ടാകുന്ന നമ്മൾ ഈ കുടുംബത്തിൽ ചെയ്യുന്നില്ലേ? ഇങ്ങനെ എന്നാലും നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മളെ കഷ്ടപ്പാടിന്റെ വില ഒരു ദിവസം ദൈവം തന്നെ നമുക്ക് കാണിച്ചു. നീ പോട്ടെ, അത് വിട്. വാ, നീ കരയല്ലേ? നീ കൂടി കരഞ്ഞ പിന്നെ എന്റെ ഉള്ള കാര്യം പോലെ. ആ സാരില്ല പോട്ടെ, വാ. നീ വാ, നീ ഇങ്ങനെ കരയല്ലേ? നീ കരഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് പ്രശ്നമില്ല. പിന്നെ എല്ലാം വാങ്ങിക്കില്ല കേട്ടാ, ഇന്ന് പൈസ എത്തിക്കില്ലേ? ബാക്കി നമുക്ക് നാളെ വാങ്ങാം. നേരം വെളുക്കുമ്പോ ഇവിടെ പണിക്കാന്ന് പറഞ്ഞ് കിഞ്ഞു പോയിട്ട് ഒരു പുരയിലേക്ക് വേണ്ട ഒരു സാധനം കൂടി വാങ്ങാണ്ട് ഇച്ചിനുള്ള സാധനവും വാങ്ങി വന്നിക്ക്. ഇവനല്ലേ ഇനി എന്നാളീ നന്നാവുക? ഇവൻ എന്നാ നന്നായിട്ട് കാണുമോ ഇവനാ? ഹലോ. ആ എന്നാ പറയുന്നേ നിങ്ങള്? നീ എന്നാ ചെയ്യുവാ? ആ എന്നാ ശരി. ആ വിളിക്കണേ. ആ ഓക്കെ. വിനീ കാരണ വിളിച്ചേ. ഓറെ ജോലി പോയി പോലും. എന്നാ ചെയ്യുക? എന്നാ പറ്റേ അറിയല്ലോ. ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ വിളിക്കാന്നാ പറഞ്ഞേ. ഓരിപ്പൊ വിളിച്ചിക്കേനു. എന്തെന്നാളെ? ജോലി പോയി ഇങ്ങോട്ടേക്ക് വരുന്നാന്നാ പറയുന്നേ. അതെന്താളി ജോലി പോയേ? എന്നാന്നൊന്നും അറിഞ്ഞൂടാ. എന്തോ യുദ്ധമെല്ലാം പിന്നെയും വന്ന് അങ്ങനെയാ പറയുന്നേ. അതങ്ങനെ തന്നെ ഉണ്ടാവൂലേ. ഇവിടെ ഒരു സാധനത്തിനെ കെട്ടിക്കൂട്ടി കൊണ്ടുവന്നിക്കില്ലേ, അതിന്റെ കാലം എന്നെടുത്ത് ഇവിടെ വെച്ചിക്കോ അന്ന് തൊട്ട് ഇവിടെ എമ്മക്ക് നാശം തുടങ്ങിക്കില്ലേ. പിന്നെ ഇനി എന്ത് പറയാനാ? എന്നിവിടെ വന്നിക്കോ അന്ന് തൊട്ടേ എമ്മക്ക് നാശം. എന്റെ പണി വേഗം കഴിഞ്ഞാൽ എന്താ? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നതാ. ഓനിങ്ങനെ പണിയൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വിഷമം കൊണ്ടിരുന്നതാ. ഓനിങ്ങ് പോരുന്നല്ലേ പറയുന്നേ. അയ്യ സങ്കടം കൊണ്ട് ഞാനിങ്ങനെ ഇവിടെ ഇരുന്നത്. ഇപ്പം പുരയിൽ ചെലവെല്ലാം എങ്ങനെയാ കയ്യാന്നെല്ലാം വിചാരിച്ചു നോക്കുമ്പോൾ എന്തെല്ലോ ഒരു വിഷമം പോലെ.
അതിന് തൽക്കാലം ഞങ്ങൾ പിന്നെ ഇതെടുത്തിട്ട് സാധനം വാങ്ങ്. പിന്നെ നിങ്ങളിപ്പോൾ പൈസ ഒന്നും അയക്കാത്തല്ലേ? ഒക്കെ എന്തെങ്കിലും സാധനം വേണ്ടിക്കാൻ കൊടുക്കലുണ്ടാവില്ല, കുഞ്ഞെല്ലാം വേണ്ടല്ലേ, ഓക്കും കൊടുത്തേക്ക്. എൻ്റെ മോനെ ഇന്നെ ഞാൻ ഒരുപാട് അപമാനിച്ചിട്ടില്ലടാ. ഇപ്പം എനിക്കത് വിചാരിക്കുമ്പോൾ സങ്കടമാണ്. ഇനി മാണ്ടി വന്നില്ലേ ഇപ്പം ഈ വീടിന് താങ്ങും തണലായി നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര എന്നെ ഞാൻ അപമാനിച്ചിക്കടാ. ഞാൻ അമ്മേനോട് ക്ഷമിക്കും മോനെ. അമ്മേ, ഞാൻ ഗൾഫിലാണോ നാട്ടിലാണോന്നല്ലോ, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇമ്മക്ക് എനക്കെന്ത് ചെയ്യാൻ പറ്റിയെന്നല്ലോ വലിയ കാര്യം. അതിന് നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയണ്ട മോളെ. ഇനി എന്നോട് ക്ഷമിക്കും.